നമുക്ക് നമ്മുടെ സ്കിന്നിനെ സുന്ദരമായിട്ട് വെക്കാനായിട്ടും ഒരു 10 വയസ്സൊക്കെ പ്രായം കുറയ്ക്കാനായിട്ടും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മുടെ പ്രായം 10 കുറയുക തന്നെ ചെയ്യും, ഒരു സംശയവും ഇല്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നിസ്സാര സംഭവം മാത്രം. ജസ്റ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ മേക്കപ്പ്. ഒരുപാട് പുട്ടിയൊന്നും അടിച്ചുള്ള മേക്കപ്പ് അല്ല, നോർമൽ മേക്കപ്പ്, വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ് കോഡ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് സ്വർണമൊക്കെ വാരിയിട്ട്, ഒരുപാട് ജ്വല്ലറീസൊക്കെ വാരിയിട്ടുക എന്നുള്ളതല്ല ഒരു സൗന്ദര്യം, സ്ത്രീയുടെ സൗന്ദര്യം കൂട്ടുന്നത്. ഒരു ചെറിയൊരു കുഞ്ഞൊരു നൈസായിട്ടൊരു മാലയാണെങ്കിലും അവളുടെ സൗന്ദര്യം കൂട്ടും. പക്ഷേ ഡ്രസ്സ് നല്ലതായിരിക്കണം. ഒരുപാട് സ്വർണം കൂട്ടിയിട്ടിട്ട് ഒരു ഒന്നിനും ഗുണമില്ലാത്ത ഒരു കാശിനും കൊള്ളാത്തെന്ന് പറയാം. ഡ്രസ്സിന് ഭയങ്കര വിലയൊക്കെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ കളർ സെൻസ് വളരെയധികം മോശമായിരിക്കും. ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കളർ, ഏതോ ഒരു കളറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സ്വർണം കൂടെ വാരി ഇടുവാണെങ്കിൽ നമുക്കൊന്നും എന്തോ പോലെ തോന്നിക്കും അല്ലേ? അപ്പം കളർ സെൻസാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമുക്ക് ഏത് കളറാണ് നല്ലതെന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. നമുക്കറിയാൻ പറ്റുമത്. അതായത് നമ്മളൊന്നൊരു നല്ലൊരു എനിക്ക് ചേരുന്ന കളറുകൾ, ലൈറ്റ് കളർ എനിക്ക് ചേരത്തില്ല, എന്നാൽ ഒരുപാട് ഡാർക്കും ചേരത്തില്ല. അതിനിടയ്ക്കുള്ള ചില കളറുകൾ, ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ മഞ്ഞ, നല്ല മഞ്ഞയില്ലേ, മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറഞ്ഞേ, ആ ഒരു മഞ്ഞ കളർ ചേരും. അതുപോലെ തന്നെ നല്ല റെഡ്, ചില്ലി റെഡ്, അങ്ങനെ ചില റെഡുകളുണ്ടല്ലോ, അങ്ങനത്തെ റെഡുകൾ എനിക്ക് ചേരും. അതുപോലെ തന്നെ പിങ്ക്, നല്ല പിങ്ക് കളർ ചേരും. ഈ പിങ്ക് ഒക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും, നല്ലൊരു കളർ വരും. അതുപോലെ തന്നെ ചില്ലി റെഡ്, നമ്മുടെ മുഖത്ത് കളർ, ഇത് നിറക്കാർക്കൊക്കെ കളർ കൂട്ടാൻ നല്ലതാണ് ചില്ലി റെഡ്. അങ്ങനെ കുറേ കളറുകളുണ്ട്. വെള്ള ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെള്ളയും മൂന്നും വെള്ളയായി, വെള്ള ഉടുപ്പ്, വെള്ള പാൻറ്, വെള്ള ഷോള്, അങ്ങനെ ഇടരുത്. ഇപ്പോൾ ഫുൾ നമ്മൾ വെള്ള വൈറ്റ് നല്ലതാണ്, എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. പക്ഷേ അതിൻ്റെ കൂടത്ത് വെള്ള ഉപയോഗിക്കും നമ്മൾ. അതിൻ്റെ ഷോള് നമുക്ക് നല്ലൊരു ഡാർക്ക് കളറുള്ള ഷോൾ ഉപയോഗിക്കും, ലൈറ്റ് കളറിൽ നല്ല ഡാർക്ക് കളറുള്ള ഷോള് ഉപയോഗിക്കുന്നുണ്ട്, നല്ലതായിരിക്കും. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വെളിച്ചം വെട്ടമൊക്കെ തോന്നിക്കും. കുറച്ചുകൂടെ ഗ്ലോ തോന്നിക്കും, കുറച്ചുകൂടെ സുന്ദരിയായിട്ട് തോന്നിക്കും. പിന്നെയുള്ളതാണ് നമ്മുടെ മേക്കപ്പ്. ഓവർ മേക്കപ്പ് അല്ല, ലൈറ്റ് മേക്കപ്പ്. അപ്പം ഞാൻ ചെയ്യുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പം ഞാനിപ്പം പുറത്തോട്ട് പോയതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് പോയത്. അപ്പോൾ ആ ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമാണ്. പഴുക്കാമഞ്ഞ, അതായത് നമ്മുടെ മാമ്പഴമഞ്ഞ എന്നൊക്കെ പറഞ്ഞ കളർ ചേരുന്ന ഒരു ചെറിയ മാമ്പഴമഞ്ഞ കളറൊക്കെ എവിടെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാത്രിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, എനിക്കിഷ്ടമുള്ള മോയ്സ്ചറൈസർ. പകൽ ഞാൻ പുറത്തോട്ട് പോകും, സൺസ്ക്രീമും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ. നിങ്ങളും അങ്ങനെ ഇറങ്ങാവുള്ളൂ. 40 വയസ്സിന് ശേഷം പ്രത്യേകിച്ചും വായൊക്കെ കുഴഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേനും അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന ഈ ഒരു മേക്കപ്പും കാര്യങ്ങളും ആദ്യം ഉപയോഗിക്കുന്നത് കാണിക്കാം. അപ്പം അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക, ഇല്ലാത്തത് സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ഇതിന് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും പറയാനില്ല. ജസ്റ്റ് നോർമൽ മേക്കപ്പ്. ഇനിയിപ്പോൾ മേക്കപ്പ് ഇട്ടാലെന്താ, മേക്കപ്പ് ഇട്ടില്ലേലെന്താ, പിന്നെ ഇതൊന്നും ഇട്ടില്ലേലും ഇപ്പോൾ എന്നെ കുഴപ്പമില്ല, ഇത്രയും പ്രായമായില്ലേ, ഇതൊന്നും പറയുന്നതിൽ എനിക്ക് യാതൊരു ഉത്തരവുമില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ എന്നെപ്പോലെ ഒരുങ്ങാൻ ഇഷ്ടമുള്ളവരും ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒരുപാട് കാണും, അവരോടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമൻറ്റുമായിട്ട് വരുന്നവരെ നിങ്ങൾ വരണ്ട, കാണുകയും വേണ്ട. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അഥവാ ഒരു 40 വയസ്സിന് ശേഷം ഒരുപാട് പുട്ടി മേക്കപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ചെയ്യണം. നമ്മുടെ സ്കിന്നിനോട് ചേരുന്ന കളറുകളിലുള്ള മേക്കപ്പൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഏത് മേക്കപ്പ് ഏത് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. അത് വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല തിളക്കമുള്ളതായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റിയത്. അതായത് 24 hours നമുക്ക് രാവിലെ ഇപ്പം ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു വൈകുന്നേരം വേണം നമ്മുടെ മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസസ് കാനഡയുടെ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വേണമെങ്കിൽ വീഡിയോയുടെ ടാഗ് ചെയ്ത്, പലതും നമ്മുടെ സ്കിന്നിന് യോജിച്ച ഡാർക്ക് സ്കിന്ന്, അതുപോലെ തന്നെ കുറച്ച് നിറക്കാർക്ക്, കുറച്ച് ബ്രൈറ്റ്നസ് ഉള്ള, അങ്ങനെ പല രീതിയിലുള്ള പല കളർ ചേഞ്ചസിലുള്ള ഫൗണ്ടേഷനുണ്ട്. നമ്മുടെ ഫേസസ് കാനഡ ഇതിനകത്ത് 3 in 1 ആണ്. ഫൗണ്ടേഷനുണ്ട്,
അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീം ഉണ്ട്, മൂന്നും കൂടെ ചേർന്നാണ്. ഈ മഴക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ധാരാളം മതി. 3 in 1 നമ്മുടെ എന്താ പറയുക ഫേസസ് കാനഡയുടെ സൺസ്ക്രീമും മോയ്സ്ചറൈസറും എല്ലാം കൂടെ ഉള്ള ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്ന, ഫേസ് ഒന്ന് വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കാണിക്കാം. ആദ്യം എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് സ്ട്രോബ് ക്രീം. ഇത് ഫേസസ് കാനഡയുടെയാണ്. അതുപോലെ തന്നെ ഷിയ ബട്ടറാണ്. പിന്നെ ഇത് റോസ് ഗോൾഡിൻ്റെയാണ്. ഇത് വൈറ്റ് ഗോൾഡ് കിട്ടും, അതുപോലെ തന്നെ സിൽവർ കിട്ടും. ഇതൊക്കെ പല രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് തിരഞ്ഞു. അപ്പോൾ ഞാനിത് റോസ് ഗോൾഡിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു നമ്മുടെ മുഖത്ത് നല്ലൊരു ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, നല്ല രസമാണ്. അപ്പം അങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് പുറത്തോട്ട് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിന്ന് കുറച്ചെടുക്കുക. കുറച്ചെടുത്തതിന് ശേഷം ഈ കയ്യിലിത് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെയാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരുപാടൊന്നും ഓവറായിട്ടൊന്നും നിൽക്കത്തില്ല. നമുക്ക് നല്ലൊരു സ്കിന്ന്, നല്ലൊരു ഗ്ലോ ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടും. അപ്പം നമ്മൾ ആദ്യം ഇത് ഏത് ഭാഗത്താണ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, തിളക്കത്തോടെ നിൽക്കണമെന്നുണ്ട്. ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 കവിളിലും ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു മൂക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലൊരു തിളക്കം, അതായത് ഒരുപാട് ഓവർ തിളക്കമൊന്നുമല്ല, നല്ലൊരു തിളക്കം നമുക്ക് ഉണ്ടാകും. കണ്ടോ, നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് നെറ്റിയിലും തേക്കും, മൂക്കിലും ഈ കവിളിൻ്റെ 2 സൈഡിലും തേക്കും. അപ്പോൾ നമുക്കൊരു നല്ല ഗ്ലോ കിട്ടും. അതിന് ശേഷമാണ് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷൻ ക്രീം, അതായത് 3 in 1 ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസറും സൺസ്ക്രീമും അടങ്ങിയിട്ടുള്ള 3 in 1 ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് കുറച്ച് നമ്മുടെ കയ്യിൽ ഇതുപോലെ എടുക്കുക, കുറച്ചെടുക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ പല ഷെയ്ഡ് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇവിടെ കണ്ണിനടിയിലും കുറച്ച് എന്താ പറയുക ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്, അതെല്ലാം കവർ ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ എൻ്റെ സ്കിന്നിന് ചേരുന്ന ഒരു കളറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ വളരെ കുറച്ച് മാത്രം എല്ലാ ഭാഗത്തും ഒന്ന്, പിന്നെ താടിയുടെ ഇങ്ങനെ മൊത്തം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ പിന്നെ നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തും ഒന്ന് കുറച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം വേണ്ടേ ഞാൻ നല്ലതായിട്ട് മുഖത്ത് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു തിളക്കം നമ്മുടെ മുഖത്ത്, നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പം ഫേസസ് കാനഡയുടെ 3 in 1 ഫൗണ്ടേഷൻ, സ്ട്രോബ് ക്രീം, ഫസ്റ്റ് സ്ട്രോബ് ക്രീം യൂസ് ചെയ്തിട്ട് ശേഷം ഞാൻ ഫേസസ് കാനഡയുടെ 3 in 1 ഫൗണ്ടേഷൻ, അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീം, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പം നമുക്ക് നല്ലൊരു, അതായത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുത്ത ആ ഒരു ഇതെല്ലാം കവർ ചെയ്ത്, എൻ്റെ കറുപ്പൊക്കെ കൊണ്ട് കവർ ചെയ്യും. അതെന്ത് പിന്നെ നമുക്കതിന് ശേഷം മാത്രമേ നമ്മൾ ഐലൈനറും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഐബ്രോസും ഒക്കെ എഴുതാവുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിട്ടുവിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയാണ്. പുറത്തോട്ട് വെറുതെ പോകുമ്പോഴത്തേനും ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മുടെ ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് ഈ സ്ട്രോബ് ക്രീം ആദ്യം, അതായത് നമുക്ക് തിളക്കം ഒരു ഇച്ചിരിയുടെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു തിളക്കം ഉണ്ടാകും. ഇതിൻ്റെ പുറത്ത് ഞാൻ വേറൊരു കാര്യം ചെയ്യും, അതായത് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട്, നമുക്കിത് പോകാതെ 24 hours നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിൽ നല്ലതായിട്ട് കുറേ നേരം നമ്മുടെ ഈ ഇട്ട മേക്കപ്പൊക്കെ നിൽക്കാനായിട്ടും ഒന്ന് പോകാതിരിക്കാനായിട്ടും ഒക്കെ നമ്മൾ മേക്കപ്പ് ഫിക്സർ അടിക്കും അല്ലേ, സ്പ്രേ ചെയ്യും. അപ്പം അതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫേസസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സർ സ്പ്രേ. അപ്പോൾ അത് അവസാനം നമ്മൾ എന്ത് ചെയ്യും, അപ്പം നമ്മൾ ഈ കണ്ണൊന്നും എഴുതരുത്, കണ്ണും ഐബ്രോസ് ഒന്നും എഴുതരുത്. ഫുൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങൾ, ഫുൾ മേക്കപ്പ് എന്ന് പറയുന്നത് ഓവർ മേക്കപ്പ് ഒന്നും അല്ല,
ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആ സ്ട്രോക്ക് ക്രീം ഇട്ടു, അതിനുശേഷം നമ്മുടെ 3-in-1 ഫൗണ്ടേഷൻ ഇട്ടു. അതിന് ശേഷമാണ് ഞാനിത് 3 ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കല്യാണത്തിന് എടുക്കുന്ന പോലെ എന്താ പറയുക, കൺസീലർ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, പിന്നെ മോയ്സ്ചറൈസർ, ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യും. അപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കണ്ണടച്ച് പിടിക്കും, ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് അബ്സോർവ് ആകാൻ വേണ്ടി ഇതുപോലെ ഒരു ഫാനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കും. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് അത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇതെല്ലാം അബ്സോർവ് ആക്കി കഴിഞ്ഞാൽ ഉടനെ ഓക്കെ, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇതുപോലെ ഫങ്ഷനൊക്കെ പോകാം. കാരണം നല്ല ഒരു രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ലൊരു തിളക്കത്തോടെയും നല്ലൊരു ഗ്ലോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒന്നും മേക്കപ്പ് ഒന്നും ഇല്ലാതെ, അതായത് കണ്ണുപോലും എഴുതാതെ മിക്കവാറും സമയങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തത്. ഇന്ന് ഞാൻ പുറത്തോട്ട് പോയത് കൊണ്ട് ഇതൊക്കെ ചെയ്ത് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാമെന്നോ വിചാരിച്ചിട്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പം 40 വയസ്സിന് ശേഷം നമുക്ക് എങ്ങനെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത് നല്ല ഗ്ലോ ആയിട്ട് നമ്മുടെ മുഖം എങ്ങനെ തിളക്കമുള്ളതാക്കാം. അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത്, അതായത് നമുക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയ മേക്കപ്പുകളൊക്കെ ചെയ്ത് നമ്മൾ നല്ല ഡ്രസ്സ് നമുക്ക് ചേരുന്ന കളറുകൾ ഉപയോഗിക്കുക. കല്യാണത്തിനൊക്കെ പോയാൽ നമുക്ക് ചേരുന്ന കളറുകൾ ഉപയോഗിക്കുക, മുഖത്തിന് ഇണങ്ങുന്ന കളറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ നമ്മളെ ചെറുപ്പമാക്കി തോന്നിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മളൊരു കളർ ഇടുമ്പോൾ, നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ആ കളർ എത്രമാത്രം യോജിക്കുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ള കളറുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നമുക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞു തോന്നിക്കും, നമ്മൾ ചെറുപ്പമായിട്ട് തോന്നിക്കും. നല്ല വസ്ത്രധാരണമാണ് എപ്പോഴും ഒരു സ്ത്രീയെ ഭംഗി കൂട്ടുന്നത്. മേക്കപ്പിലല്ല, നല്ല വസ്ത്രധാരണം അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ സുന്ദരികളായിരിക്കും. അപ്പം ഞാൻ ഇതുപോലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. ഓഫറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടി എളുപ്പം തന്നെ നമ്മൾ ആ സ്പ്രേ ചെയ്തതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഫേസിലോട്ട് അബ്സോർവായി. ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്ക് തേക്കും, ലൈറ്റായിട്ട്. അതായത് കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് മാത്രമേ അങ്ങനെയുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസറോടെ അപ്ലൈ ചെയ്യും, വാസലിനോ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അവിടെ അങ്ങ് ഇരുന്നോളും. ഇതാണ് എൻ്റെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ചുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് ചേരുന്ന ജിമിക്കുകയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചേരുന്ന എന്താണോ അത് യൂസ് ചെയ്തോ, നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന എന്താണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനതിൽ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നല്ല സുന്ദരികളായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, 40 വയസ്സിന് ശേഷം നിങ്ങൾക്ക് സുന്ദരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ചെറിയ ചെറിയ മേക്കപ്പുകളിലൂടെ ഒക്കെ നമുക്ക് സുന്ദരിയാകാം. ഡ്രസ്സിങ്ങിലൂടെ നമ്മുടെ ഡ്രസ്സ് കളക്ഷൻ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് ചേരുന്ന ഇണങ്ങുന്ന ഡ്രസ്സും ചെറിയ ചെറിയ മേക്കപ്പും ഒക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് 40 വയസ്സിന് ശേഷമാണ് പറയുന്നത് കേട്ടോ. 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കും നല്ല സുന്ദരികളായിട്ടിരിക്കുക. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്, നല്ലൊരു മനസ്സ്, അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ആ ഒരു ഫേസിനെ, നമുക്ക് ഫേസിലൊക്കെ പെട്ടെന്ന് അത് പ്രത്യക്ഷപ്പെടും. എപ്പോഴും ഇങ്ങനെ ബലം പിടിച്ചായിരിക്കും, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഐലൈനറൂടെ കാണിക്കുക ഏതാണ്. പിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ എഴുതുന്ന ഐലൈനർ ആണെന്ന്. ഈ ഒരു ഐലൈനർ എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ഇത് എന്താ വെച്ചാൽ കയ്യിലൊന്നും ആവത്തില്ല, ഇത് കണ്ടോ, പടരത്തില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇരുന്നോളും. നമ്മൾ എപ്പോഴാണോ നല്ലപോലെ ഫേസ് വാഷ് നല്ലപോലെ കണ്ണ് തേച്ച് കഴുകുന്ന ആ സമയത്ത് മാത്രമേ പോകത്തുള്ളൂ. ഞാൻ പറയല്ലോ സാധാരണ സിമ്പിൾ മേക്കപ്പ്. അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പറയുക മേബിലൈൻ്റെ ഐലൈനർ, ഇത് വാട്ടർ പ്രൂഫാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങും. നല്ലൊരു ഐലൈനറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. കണ്ണിന് നീർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ കണ്ണിന് താഴെ നമ്മളിങ്ങനെ എഴുതുമല്ലോ, അതിന് ഞാൻ ഐലൈനറിൽ എഴുതുന്നത് നമ്മുടെ ഈ നമ്മുടെ ഐബ്രോ പെൻസിലില്ലേ, അതായത് കണ്ണിനകം എഴുതുന്ന ഐബ്രോ പെൻസിൽ എന്ന് ചോദിച്ച് വാങ്ങുക, അത് വാങ്ങിക്കാൻ കിട്ടും. കണ്ണിനകം എഴുതുന്ന ഐബ്രോ പെൻസിലാണ് ഞാൻ, ഐബ്രോ പെൻസിൽ വെച്ചാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് എഴുതുന്നത്. ഇപ്പം കണ്ണിനകം ഇത് വെച്ച് എഴുതും, ഐലൈനർ അങ്ങനെയാണ് എൻ്റെ ഇത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെയാണ് കാര്യങ്ങൾ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത്ര സിമ്പിളായിട്ടൊക്കെ ഒരുങ്ങാൻ പറ്റുന്ന ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ പ്രായം കുറഞ്ഞ സുന്ദരികളായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ മനസ്സും കൂടെ ആയിരിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാതെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക.
അതൊക്കെ ചെയ്താലൊക്കെ നമുക്ക് പിന്നെ നല്ല ഭക്ഷണം, മെയിനായിട്ട് നല്ല ഭക്ഷണം, ഫുഡ്, ഫ്രൂട്ട്സ് അടങ്ങിയ ഭക്ഷണങ്ങളും എപ്പോഴും ഒന്നും കഴിച്ചില്ല. അപ്പോൾ ചിലർ ചോദിക്കുമോ, ഞാൻ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയല്ലേ ഞങ്ങൾ എങ്ങനെ കഴിക്കും? ഇത് അങ്ങനെയൊന്നും ഇല്ല. ഒരു പേരയ്ക്ക കിട്ടുന്ന സമയത്ത് പേരയ്ക്ക കഴിക്കുക. ആപ്പിൾ കിട്ടുമ്പോൾ 1 കിലോ ഒന്നും വാങ്ങിക്കണ്ട, 2-3 ഒരു ആഴ്ചയിൽ 2 എണ്ണം കഴിക്കുക. 2 ആപ്പിൾ കഴിക്കുക. പിറ്റത്തെ ആഴ്ചയിൽ 2 മാതള നാരങ്ങ കഴിക്കുക. പിറ്റത്തെ ആഴ്ചയിൽ 2 ഓറഞ്ച് കഴിക്കുക. വൈറ്റമിൻ സി ധാരാളമുണ്ട്. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ കഴിക്കുക. അല്ലാതെ 1 കിലോ ആപ്പിൾ 1 കിലോ ഓറഞ്ച് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് കുടിക്കാം. പിന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ, ഈ ഫ്ലാറ്റിലൊന്നും അല്ല താമസിക്കുന്നവരുണ്ടെങ്കിൽ ഇലക്കറികൾ, ചീരയില, മുരിങ്ങയില ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ടോ ഒക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കഴിക്കുമ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം വരും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നല്ല യങ്ങായിട്ടിരിക്കും ഒരു പരിധി വരെ. പിന്നെ അങ്ങ് പൊക്കോട്ടെന്നേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാണിച്ച സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എന്തായാലും നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്നതൊക്കെ എല്ലാവർക്കും ആഗ്രഹമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.